ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ട ഒരു സിനിമയാണ് അയൺ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു സൂര്യയുടെ മൂവിയാണ്. അതിൽ ഡയമണ്ട് കള്ളക്കടത്ത് നടത്തുന്ന ഒരു സീനുണ്ട്. ഇന്ത്യയിലേക്ക് ഡയമണ്ട് കള്ളക്കടത്ത് നടത്തുന്നത്. എനിക്ക് സത്യത്തിൽ ആ സിനിമ കണ്ടപ്പോൾ ചിരിയാവുന്നത്. കാരണം ഇന്ത്യയിലേക്ക് ഡയമണ്ട് ഒരാൾക്ക് കള്ളക്കടത്ത് നടത്തേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ഗവൺമെൻറ് നിങ്ങൾ റഫ് ഡയമണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് 0.25. അതായത് 100 രൂപയ്ക്ക് 25 പൈസ മാത്രം ടാക്സ് ഉള്ള ഒരു സാധനമാണ് റഫ് ഡയമണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് കള്ളക്കടത്ത് നടത്തുന്നെങ്കിൽ ഒന്നുകിൽ അവൻ വെറും പൊട്ടനായിരിക്കണം, അതല്ലെങ്കിൽ അത് സിനിമയിൽ മാത്രം കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഡയമണ്ട് നിങ്ങൾക്ക് ലീഗലായി റഫ് ഡയമണ്ട് ആഫ്രിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അവിടെ ബാർഗെയിൻ ചെയ്യാം. ഒരു മീൻ മാർക്കറ്റിൽ പോയി നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന അതേ ലാഘവത്തോടെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് ഡയമണ്ട് വാങ്ങിക്കാം. അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ലീഗലായി വിൽക്കാം. അതല്ലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കട്ട് ആൻഡ് പോളിഷ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ടിൻ്റെ ആനുകൂല്യങ്ങളും സർക്കാർ നിങ്ങൾക്ക് തരും. അപ്പം ഒരു കാരണവശാലും ഈ ഡയമണ്ട് കള്ളക്കടത്ത് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അയാളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്. If you want to change your life, change now. Life never be the same again.